നമസ്കാരം. കേന്ദ്ര സർക്കാരിന്റെ PM-ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ രാജ്യസഭാ MP ജോൺ ബ്രിട്ടാസിനും മുൻ LDF സർക്കാരിനുമെതിരെ രൂക്ഷമായ ഭാഷയിൽ തിരിച്ചടിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി. കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരാണ് പദ്ധതിയുടെ കരാറിൽ ഒപ്പുവെച്ചത് എന്നത് മറച്ചു വെക്കാനാകാത്ത യാഥാർത്ഥ്യമാണ് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. PM-ശ്രീ പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ രൂപീകരിച്ച മന്ത്രിസഭാ ഉപസമിതിയുടെ അന്തിമ തീരുമാനം വന്നതിന് ശേഷം മാത്രം വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറയുന്നതിലാണ് അർത്ഥമുള്ളത് എന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. PM-ശ്രീ വിഷയത്തിൽ ജോൺ ബ്രിട്ടാസ് നടത്തുന്ന പ്രസ്താവനകളെ തികഞ്ഞ പരിഹാസത്തോടു കൂടിയാണ് മന്ത്രി നേരിട്ടത്. കഴിഞ്ഞ സർക്കാർ കരാർ ഒപ്പുവെച്ചതിന് പിന്നിലെ ഇടനിലക്കാരനും പ്രധാന പാലവും ജോൺ ബ്രിട്ടാസ് തന്നെ ആയിരുന്നുവെന്ന് KM ഷാജി കുറ്റപ്പെടുത്തി. കരാറിൽ ഒപ്പുവെക്കാൻ മുൻകൈയെടുത്തവർ തന്നെ ഇപ്പോൾ ഉളുപ്പില്ലാതെ സംസാരിക്കുകയാണ് എന്നും അങ്ങനെയുള്ള ആളോട് രാഷ്ട്രീയം പറയാൻ തനിക്ക് താല്പര്യമില്ല എന്നും അദ്ദേഹം ആഞ്ഞടിച്ചു. തന്റെ നിലപാടിനെ ചോദ്യം ചെയ്യാൻ ബ്രിട്ടാസ് വളർന്നിട്ടില്ല എന്നും അങ്ങനെയാകുമ്പോൾ മറുപടി പറയാമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പദ്ധതിയുമായി മുന്നോട്ട് എന്ന പ്രതിപക്ഷ മുന്നണി കൺവീനറുടെ പ്രസ്താവന സംബന്ധിച്ച ചോദ്യത്തിന് അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണമെന്നും വിഷയത്തിൽ മുസ്ലിം ലീഗിന് യാതൊരുവിധ പ്രതിസന്ധിയും ഇല്ല എന്നും ഷാജി വ്യക്തമാക്കി. ലീഗ് പറഞ്ഞ കാര്യങ്ങളിൽ കൃത്യമായ വ്യക്തതയുണ്ട്. മന്ത്രിസഭാ ഉപസമിതിയുടെ പരിശോധന കഴിഞ്ഞ അന്തിമ നിലപാടിലേക്ക് കടക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം PM-ശ്രീ വിഷയത്തിൽ UDF സർക്കാരിന്റെ നിലപാടിൽ സഹതാപമുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് ജോൺ ബ്രിട്ടാസ് MP രംഗത്ത് വന്നിരുന്നു. ജനങ്ങളോട് പച്ചക്കള്ളം പറഞ്ഞതിന് സർക്കാർ മാപ്പ് പറയണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യസഭയിൽ MP അബ്ദുൽ വഹാബ് ഉന്നയിച്ച ചോദ്യത്തിനുള്ള കേന്ദ്രത്തിന്റെ മറുപടി മുസ്ലിം ലീഗിന്റെ ചങ്കിനേറ്റ വലിയ അടിയാണ് എന്നും ബ്രിട്ടാസ് പരിഹസിച്ചു. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഭരണകൂടമെടുത്ത നിലപാട് മാറ്റം വലിയ പതനമാണ് എന്നും ഒരു ജനാധിപത്യ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു തിരുത്തൽ ദയനീയമാണ് എന്നും ജോൺ ബ്രിട്ടാസ് കുറ്റപ്പെടുത്തി. മുന്നണിയുടെ പേര് തന്നെ മാറ്റി U-ടേൺ സർക്കാർ എന്ന് വിളിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് എന്നും ജനങ്ങളെ വഞ്ചിക്കുന്ന നിലപാടാണ് ഭരണപക്ഷം സ്വീകരിക്കുന്നത് എന്നും അദ്ദേഹം ആരോപിച്ചു. അതിനിടെ PM-ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന UDF കൺവീനർ അടൂർ പ്രകാശിന്റെ പ്രസ്താവന തള്ളിക്കൊണ്ട് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയും രംഗത്ത് വന്നു. PM-ശ്രീയെക്കുറിച്ച് കഴിഞ്ഞ ദിവസത്തെ UDF യോഗം ചർച്ച ചെയ്തിട്ടില്ല എന്ന് കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ മന്ത്രിസഭാ ഉപസമിതിയുടെ പരിശോധന തുടരുകയാണ്. റിപ്പോർട്ട് വന്നതിന് ശേഷം UDF-ഉം സർക്കാരും കൃത്യമായ മറുപടി പറയുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിന് ലഭിക്കേണ്ട അർഹമായ ഫണ്ട് കിട്ടാതാകും എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കരാറിൽ ഒപ്പിട്ടത് എന്ന് കഴിഞ്ഞ സർക്കാരാണ് നിയമസഭയിൽ വ്യക്തമാക്കിയത് എന്ന് കുഞ്ഞാലിക്കുട്ടി ഓർമ്മിപ്പിച്ചു. ഒപ്പിട്ടത് LDF സർക്കാരാണ്. അതിൽ നിന്നും എങ്ങനെ പിന്മാറാനാകും എന്നറിയാൻ സബ് കമ്മിറ്റി റിപ്പോർട്ട് വരണം. ഒരു നിലയ്ക്കും കേന്ദ്രം പറയുന്ന വർഗീയ പിന്തിരിപ്പൻ കണ്ടീഷനുകൾ പാഠ്യപദ്ധതിയിലോ സ്കൂളുകളുടെ തിരഞ്ഞെടുപ്പിലോ കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നില്ല. അങ്ങനെ ഒരു ഘട്ടം വരുമ്പോൾ എന്ത് വേണം എന്ന് അപ്പോൾ തീരുമാനിക്കും. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ 100% വസ്തുതാ വിരുദ്ധമാണ് എന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. UDF കൺവീനർ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും കുഞ്ഞാലിക്കുട്ടി വിശദീകരണം നൽകി. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ തന്നെ മറുപടി പറഞ്ഞതാണ്. ഇക്കാര്യം മുന്നണി ചർച്ച ചെയ്തിട്ടില്ല. കേന്ദ്ര സർക്കാരുമായി ധാരണാപത്രം ഒപ്പിട്ട സ്ഥിതിക്ക് പദ്ധതിയിൽ നിന്നും പിന്മാറാൻ കഴിയില്ല എന്നും പദ്ധതി സംസ്ഥാനത്തെ ഏതൊക്കെ സ്കൂളുകളിൽ നടപ്പാക്കണമെന്ന് UDF തീരുമാനിക്കുമെന്നുമായിരുന്നു അടൂർ പ്രകാശ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ഫണ്ട് ഔദാര്യമല്ല എന്നും അത് നേടിയെടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. എന്നാൽ ഈ പ്രസ്താവന തള്ളിക്കൊണ്ടാണ് ലീഗ് നേതൃത്വവും മന്ത്രിസഭയിലെ പ്രമുഖരും നിലപാട് വ്യക്തമാക്കിയത്.